പക്ഷേ ഒരേ പുസ്തകം തന്നെ പലതവണ മാറി 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 വീണ്ടും 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 വായിക്കുക എന്ന് പറയുന്നത് ഒരു അഡിക്റ്റീവ്നെസ് ആണ്. ഏത് കാര്യത്തിലും ഒരു ഇൻഫർടൈൻമെന്റ് പാർട്ട്. ഏറ്റവും മനോഹരമായ പ്രണയകാവ്യങ്ങളിൽ പോലും ഉണ്ട് ഇൻഫർടൈൻമെന്റ്. 25 വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ആദ്യത്തെ ഒരു ഇൻഫോർടൈൻമെൻറ്റിലേക്ക് സാറ് ആ ഒരു ആശയം സാറ് പറഞ്ഞു വളരെ ആക്സിഡൻ്റലായിട്ട് മുൻപിൽ വന്നെങ്കിലും ഇങ്ങനെ ഒരു അറിവിനെയും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിനെയും ഒരുമിപ്പിക്കുന്ന ഈ ഒരു സാറ് പറഞ്ഞു സാറിനൊരു ഗെയിമായിരുന്നു അല്ലെങ്കിൽ അതൊരു ചാലഞ്ച് ആയിരുന്നു എന്ന്. അതെങ്ങനെയാണ് സാറിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആ ഒരു ആശയം എങ്ങനെയാണ്? ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഏത് കാര്യം എടുത്ത് നോക്കിയാലും അതിന് പിന്നിൽ കാണാൻ കഴിയുന്ന വാക്കാണ് ഇൻഫർടൈൻമെന്റ്. ഞാൻ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് റീഡിങ്ങിന് വിധേയമാക്കിയിട്ടുള്ള പുസ്തകം കുട്ടിക്കാലം മുതൽ ഇന്നും. നമ്മൾ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കാം, പക്ഷേ ഒരേ പുസ്തകം തന്നെ പലതവണ മാറി 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 വീണ്ടും 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 വായിക്കുക എന്ന് പറയുന്നത് ഒരു അഡിക്റ്റീവ്നെസ് ആണ്, ഒരു വിധേയത്വമാണ് ആ പുസ്തകത്തിനോടുള്ള കൈൻഡ് ഓഫ് ഡിപ്പെൻഡൻസ്. അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി എന്നിൽ ജനിപ്പിച്ചിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് കോനൻ ഡോയിലിൻ്റെ ഷെർലക് ഹോംസ് ടെയിൽസ് ആണ്. നമ്മൾ ഹോംസിനെ വായിക്കുമ്പോൾ ആ പുസ്തകത്തിലുള്ള സസ്പെൻസ് അല്ലെങ്കിൽ പരിണാമഗുപ്തി, ക്രൈം ഡിറ്റക്ഷൻ, ഇതിനെല്ലാം ഉപരി ഓരോ പ്രദേശത്തെയും മണ്ണിൻ്റെ ഘടന മുതൽ ചില ചെടികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കൽ പ്രോഡക്ട്സിൻ്റെ നേച്ചർ വരെ നമ്മൾ അറിയുന്നു. ഏത് കാര്യത്തിലും ഒരു ഇൻഫർടൈൻമെൻറ്റ് പാർട്ടുണ്ട്. ഏറ്റവും മനോഹരമായ പ്രണയകാവ്യങ്ങളിൽ പോലും ഉണ്ട് ഇൻഫർടൈൻമെൻറ്റ്. അപ്പോൾ ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും ഒരുമിച്ച് ചേരുക എന്നുള്ളതല്ല, ഇൻഫർമേഷനെ എൻ്റർടൈൻമെൻ്റ് ആക്കി ഉൾക്കൊള്ളുക എന്നുള്ളത്.